കാൽപന്ത് കൊണ്ട് ഇന്ദ്രജാലം കാട്ടുന്ന ഒരു മലയാളി പെൺകുട്ടി. ഖത്തർ ലോകകപ്പിലെ വിസ്മയ പ്രകടനത്തിന് പിന്നാലെ ഇപ്പോൾ ഇതാ 2026 ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിൽ ദുബായിലെ ഫാൻ സോണുകളെയും ഇളക്കി മറിക്കുകയാണ് ഈ ഹിജാബി താരം. കോഴിക്കോട് മുക്കം സ്വദേശിയായ ഹാദിയ ഹക്കീമിന്റെ വിസ്മയകരമായ ജീവിതയാത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതെ, ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിച്ചതോടെ UAE-യിൽ ഇപ്പോൾ ഹാദിയക്ക് തിരക്കോട് തിരക്കാണ്. ദുബായിലെ പ്രമുഖ ഫാൻ സോണുകളിൽ കളി കാണാനെത്തുന്ന ലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾക്ക് മുന്നിലാണ് ഹാദിയ തന്റെ മാന്ത്രിക പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. പ്രമുഖ ആഗോള ബ്രാൻഡുകളുടെ പ്രമോഷനുകളിലും ഹാദിയ സജീവമാണ്. യഥാർത്ഥത്തിൽ ഇത്തവണ നേരിട്ട് ലോകകപ്പ് കാണാൻ അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും വിസ നിരസിക്കപ്പെട്ടതുകൊണ്ട് ദുബായിൽ തന്നെ തുടരുകയായിരുന്നു ഈ താരം. പക്ഷേ ഇപ്പോഴത് ഒരു അനുഗ്രഹമായി മാറിയെന്ന് ഹാദിയ പറയുന്നു. 2 സഹോദരന്മാർക്കൊപ്പം ഖത്തറിലാണ് ഹാദിയ വളർന്നത്. ചെറുപ്പത്തിലെ ഫുട്ബോളിനെ പ്രണയിച്ചു. എന്നാൽ അമ്മയുടെ ചികിത്സക്കായി കുടുംബത്തിന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. നാട്ടിൽ പെൺകുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. എന്നാൽ തോറ്റുകൊടുക്കാൻ ഹാദിയ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഒരൊറ്റ മുറിയിലോ മുറ്റത്തോ ഒതുങ്ങി നിന്ന് പ്രാക്ടീസ് ചെയ്യാവുന്ന ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ ഹാദിയ സ്വയം പഠിച്ചെടുത്തത്. സ്കൂളിൽ വെച്ച് ചെയ്ത ആദ്യ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായതോടെ ഹാദിയ ഒരു സ്റ്റാറായി മാറി. ആ വൈറൽ വീഡിയോകളാണ് ഹാദിയയെ കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലേക്ക് എത്തിച്ചത്. കഫു, ടോം കാഹിൽ തുടങ്ങിയ ഫുട്ബോൾ ഇതിഹാസങ്ങൾക്കൊപ്പം ഇൻഫ്ലുവൻസർ മാച്ചിൽ കളിക്കാൻ ഹാദിയക്ക് അവസരം ലഭിച്ചു. ഈ വിജയങ്ങൾക്ക് പിന്നിൽ കുടുംബത്തിന്റെ വലിയ പിന്തുണയുണ്ട്. മുക്കം ചേന്നമംഗലൂർ അബ്ദുൽ ഹക്കീമിന്റെയും ആബിദയുടെയും മകളാണ് ഹാദിയ. മകളുടെ കായിക പ്രകടനത്തിൽ താൻ ഏറെ അഭിമാനിക്കുന്നു എന്നാണ് ഫുട്ബോൾ പ്രേമി കൂടിയായ പിതാവ് അബ്ദുൽ ഹക്കീം പറയുന്നത്. ഹാദിയയുടെ മൂത്ത സഹോദരൻ ഹിഷാമാവട്ടെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗീകൃത കോച്ചാണ്. ആഴ്ചയിൽ 4 ദിവസവും 4 മണിക്കൂറിലധികമാണ് ഈ 24-കാരി കഠിന പരിശീലനം നടത്തുന്നത്. ദുബായിൽ വെച്ച് പ്രമുഖ ഫ്രീ സ്റ്റൈലർ മൈമി അസ്ഗാരിയുമായി ചേർന്ന് ചെയ്ത വീഡിയോയ്ക്ക് മാത്രം 20 ലക്ഷത്തിലധികം വ്യൂസ് ആണ് ലഭിച്ചത്. അടുത്ത ഫ്രീ സ്റ്റൈൽ ലോകകപ്പിലേക്ക് യോഗ്യത നേടുക എന്നതിനൊപ്പം വരും തലമുറയിലെ പെൺകുട്ടികൾക്കായി ഒരു കോച്ചിംഗ് അക്കാദമി തുടങ്ങണമെന്നതാണ് ഹാദിയയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. തൻ്റെ യാത്ര കണ്ട് ഒരൊറ്റ പെൺകുട്ടിയെങ്കിലും ഫുട്ബോളിലേക്ക് കടന്നു വന്നാൽ അതാണ് എൻ്റെ വിജയം. ഹാദിയയുടെ ഈ വാക്കുകൾ ഏതൊരു സ്വപ്ന ലക്ഷ്യമുള്ളവർക്കും വലിയൊരു പ്രചോദനമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.